ആ ചേച്ചി എപ്പോഴാ വരാ? ഞാൻ ലേറ്റാവൂടാ, പേഷ്യൻസ് കൂടുതലാ. നീ ഫ്ലാറ്റിലെത്തിയോ? അതെ, സെക്യൂരിറ്റിയുടെ കയ്യിൽ കീ കൊടുത്തിട്ടുണ്ട്. നീ ഫ്ലാറ്റ് തുറന്ന് അമ്മയെ നോക്കി അവിടെ ഇരി. അപ്പോഴേക്കും ഞങ്ങൾ എത്തിയേക്കാം. പിന്നെ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്. നീ പറ്റിയ അമ്മയ്ക്കൊരു ചായ ഇട്ട് കൊടുക്ക്, കടുപ്പം കുറച്ച്. ഷുഗർ ഫ്രീ ഇട്ടാൽ മതിയേ. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ എത്താൻ നോക്കാം. ശരി ചേച്ചി, ബൈ. ഹായ്, നല്ല സ്റ്റൈലിലാണല്ലോ. മോളുടെ ബർത്ത്ഡേ വല്ലോണോ? ടിങ് ടിങ്. ഇനി ഇത് ഞാനാണ് ഇവിടെ കൊണ്ടുതന്നെങ്ങാനും പറയണം. ദേ, നമ്മൾ തമ്മിലുള്ള ഇടപാട് നിർത്തുവേ. പിടിക്കപ്പെട്ട മേഴ്സിമനെ ഞാൻ ഒറ്റും. പോരെ. ചായക്കാണോ കുഞ്ഞാ നീ വെള്ളം വയ്ക്കുന്നേ? ആ എന്താ? കടുപ്പ് എത്തിരി ഇട്ടേക്കണേടി. പാലിന്റെ ചെവ എനിക്കിപ്പോ അങ്ങോട്ട് അത്ര പിടിക്കുന്നില്ല. ആ പാലിന്റെയും കടുപ്പത്തിന്റെയും പേര് പറഞ്ഞ് പഞ്ചസാരയുടെ അളവ് കൂട്ടാനുള്ള ഈ ടെക്നിക്കേ കൈ തന്നെ അങ്ങ് വെച്ചാ മതി എന്റെ മേഴ്സി കൊച്ചമ്മോ. നാൻസി ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മധുരത്തിന്റെ കാര്യം. ഓ, നാൻസി ചേച്ചി. ഇതിലൊരു ഷുഗർ ഫ്രീ അല്ലേ ഉള്ളൂ. ഇങ്ങനെ ദ്രോഹിക്കാതിരി. ഒരു ഷുഗർ ഫ്രീയോ? എന്റെ മോനെ കൊണ്ട് ഞാനൊന്ന് കെട്ടിക്കട്ടെ. ഇതിനുള്ള മറുപടിയെ അവന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. എനിക്കൊന്നും വേണ്ട. ചായക്കല്ല കുഴപ്പം, നാക്കിനാ. അല്ലെങ്കിലേ മോന്റെ ഭാര്യനെ അങ്ങ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും രുചി. ഉപദേശക്കാരി വന്നിരിക്കുന്നു. ചേച്ചി എവിടം വരെ എത്തി ചായ കുടിയൊക്കെ? എന്താണ് രണ്ടാൾക്കും ഒരു കള്ളത്തരം? എന്താടി? മമ്മി ഇതെന്തു ഭാവിച്ചാ? ഇവളുടെ കൂടെ കൂടി ശരീരം മറന്നിങ്ങനെ നടന്നാലേ ഹോസ്പിറ്റലിൽ കൂട്ടിടക്കാൻ ഇവളെ കൊണ്ടങ്ങ് പൊയ്ക്കോണം. ഒളിച്ചു വെക്കേ, ഞാൻ പോരാ. ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം എന്താ? റൂംമേറ്റ്സ് ആണോ പ്രശ്നം? അതോ പ്രേമം വല്ലതുമാണോ? അരുണൻ തന്നെ ഒന്ന് നോക്കിയായിരുന്നു. എന്നിട്ട് എന്തോ പിന്നെ അവൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അവൻ അങ്ങ് മാറിക്കളഞ്ഞു. നിനക്ക് തിരിച്ചു നോക്കാറുന്നില്ലേ? അതെങ്ങനെയാ? അത്ര ആൾക്കാരുള്ളപ്പോ എന്തോ അവൻ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാം. നിനക്ക് വയ്യെങ്കിൽ പറ, ഞാൻ സംസാരിക്കാം പയ്യനോട്. അയ്യോ വേണ്ട. അതെ, ഇത്തരം സില്ലി പ്രശ്നങ്ങളുമായിട്ട് മേലാൽ ഇങ്ങോട്ട് വന്നു പോയേക്കരുത്.
ഫസ്റ്റ് അയച്ചത്. അവൻ എന്നെ ആദ്യം ആക്സെപ്റ്റ് ചെയ്തത്. സോ ഈ കൂട്ടത്തിൽ ഞാനാണ് അവൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്. ശവങ്ങൾ എന്നെ ഇന്ന് കുത്തിക്കൊണ്ടുപോയത്. നീ വിളിച്ചത് ഞാൻ പറഞ്ഞില്ല. പിന്നെ തുടങ്ങി നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരിക്കലും ഒരാൾ ഇൻ്റലിജൻ്റ് അല്ലാതാകുന്നില്ല. വൈ ഡു യു സിറ്റിംഗ് ഹിയർ ഓൾവേസ് തിങ്ക് എക്സാക്ട്ലി ആസ് എ ലൂസർ? സ്വയം തോറ്റവരാണെന്ന് മനസ്സിൽ പലതവണ പറഞ്ഞുറപ്പിച്ചിട്ടാണോ ജോലിക്ക് വന്നിട്ടുള്ളത്? ഇത്ര ഇൻസൾട്ട് ചെയ്യാനും മാത്രം ഞങ്ങളാരും അത്ര അൺലക്കിയാണെന്ന് തോന്നുന്നില്ല സർ. വി ഓൾ ഫെൽ ദിസ് ഇൻട്രാക്ഷൻ ഈസ് ടു ഗെയിൻ സംതിങ് വിച്ച് വി ലാക്ക്. ഇവിടെ ഇത്തരം ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ ഐ എം വില്ലിംഗ് ടു ലീവ്. ഗ്രേറ്റ്. സോ ലക്കണെന്ന് ഒരാളെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. റിസൈൻ ചെയ്തിട്ട് വാട്ട് ആർ യു ഗോയിങ് ടു ഡു? മേ ബി 1-2 മാസത്തിനകം പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തേക്കാം. അവിടെയും ഇത്തരം പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ 1-2 കമ്പനിയിൽ കറങ്ങിത്തിരിഞ്ഞ് ഒരു ദിവസം വീട്ടുകാർ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് ഇങ്ങനെ കൂടാം. ഇതല്ലേ ഉള്ളൊരു പോംവഴി. എന്നാലേ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ? അനുപമ അടക്കമുള്ള ഈ ഗ്രൂപ്പ് ഇനി സെഷൻ അറ്റൻഡ് ചെയ്യുന്ന മാനേജ്മെൻറ്റിന് നിങ്ങളോടുള്ള വിശ്വാസക്കുറവുണ്ടല്ല. സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ മാസ്റ്ററായ സ്പാനിഷ് പെയിൻറ്റർ പിക്കാസോയുടെ മുമ്പിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ 1 മിനിറ്റ് കൊണ്ട് തന്നെ ചിത്രം വരയ്ക്കാവുന്നൊരു ചലഞ്ച് വെച്ചു. വെറും 30 സെക്കൻഡ് കൊണ്ട് ചിത്രം പൂർത്തിയാക്കി പിക്കാസോ സ്ത്രീ ഞെട്ടിച്ചു. ചിത്രം വാങ്ങി ബൈ പറഞ്ഞ് പോകാനൊരുങ്ങിയ സ്ത്രീയോട് പിക്കാസോൻ്റെ റേറ്റ് പറഞ്ഞു. മാഡം, മൈ $1 million പ്ലീസ്. ഒന്ന് ഷോക്കായി ലേഡി. 30 സെക്കൻഡ് കൊണ്ട് വരച്ച ചിത്രത്തിന് ഇത്ര റേറ്റ് ഒന്ന് ചോദിച്ചു. പിക്കാസോയുടെ മറുപടി ഇതായിരുന്നു: ഇറ്റ് മൈറ്റ് ബി 30 seconds ഫോർ യു മാഡം, ബട്ട് ഇറ്റ് ടുക്ക് 30 years ഫോർ മീ ടു ഡു ദാറ്റ് ഇൻ 30 seconds. അദ്ദേഹത്തിൻ്റെ മറുപടി റീസൺ ഇതാണ്: നമ്മൾ എവിടെയായാലും എങ്ങനെയായാലും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തതിന് മുമ്പായി അവരുടെ സ്കിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് ചുറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും അപ്പിയറൻസിലും പെരുമാറ്റത്തിലും പല രീതിയിലുള്ള നെഗറ്റീവ്സ് അനുഭവിച്ചിട്ടുള്ളവരാണ്. അത്തരം നെഗറ്റീവ്സ് എല്ലാവരും പോസിറ്റീവായി മാറ്റുന്നത് സ്വന്തം ജോലിയുള്ള പാഷനിലൂടെയും പ്രവൃത്തിയിൽ മനസ്സുറപ്പിച്ച വിശ്വാസത്തിലൂടെയുമാണ്. ദ ഹാർഡർ ഐ വർക്ക് ദ ലക്കിയർ ഐ ഗെറ്റ് എന്ന സക്സസ് മന്ത്രം മറക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ലക്കിലാണ് താൻ വിശ്വസിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അനുഭവം ചിന്തിക്കുന്ന പോലെ അൺലക്കിയെല്ലാം ചിന്തിക്കാമെങ്കിൽ പോസിറ്റീവായൊരു വഴിയിലൂടെ ഫിയർ ഇല്ലാതെ നടക്കാൻ നമുക്ക് ശ്രമിക്കാം. That's all for the day. You can all proceed with your work post lunch. Thank you. Excuse me. Hello, Chichi.